അതെ, ഇതൊരു റിക്വസ്റ്റ് ആണ്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ഫ്രണ്ട്സിനോടുള്ള റിക്വസ്റ്റ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോ കണ്ട ഉടനെ ലൈക്ക് ചെയ്യാണ്ടിരിക്കുക. അവരുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഫുള്ള് വാച്ച് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് റീഷെയർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് റീഷെയർ ചെയ്യുക. അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ മതി. ഞാൻ ചെയ്യുന്ന റീൽസ് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊട്ടും റീച്ച് ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്താതെ വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും കേട്ടോ. നിങ്ങൾ പറയുന്ന പോലെയല്ല, കാരണം അതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതായത് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം റെഡി ആവണം, കോണ്ടന്റ് ആലോചിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, കോൺസെപ്റ്റ് കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാനിരിക്കുമ്പോൾ കുറേ കോൺസെൻട്രേഷൻ മാറുന്ന കാര്യങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണം. ഇതൊന്നും പോരാണ്ട് എഡിറ്റ് ചെയ്യണം. എഡിറ്റിംഗ് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, കുറച്ചധികം ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അത് കണ്ട ഉടനെ ലൈക്ക് ചെയ്യരുത്, കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു റീൽ ബാക്ക്ഗ്രൗണ്ടിൽ ചുമ്മാ അങ്ങ് പ്ലേ ചെയ്തേക്കണം. ഇൻ കേസ് കുക്കിംഗ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ടേക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു റീലിന് മാക്സിമം റീച്ച് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് അങ്ങനെ റീച്ച് കിട്ടുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ആരും ദയവ് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് വെറുതെ ഇമോജീസ് മാത്രം പോസ്റ്റ് ചെയ്യരുത്. കാരണം അങ്ങനെ പോസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അവരുടെ അക്കൗണ്ട് ഒരിക്കലും റീച്ച് ആകാൻ വേണ്ടി പോകുന്നില്ല. അവരുടെ അക്കൗണ്ട് ഡെഡായി പോകത്തേ ഉള്ളൂ. അത്ര എഫോർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ലേ. ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങൾ കാണുന്ന ഒരു വീഡിയോസ് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് വെറുതെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. ചെയ്ത വല്ലാത്തൊരു ഉപകാരം, നിങ്ങൾ ഇമോജീസിന് പകരം ജസ്റ്റ് എന്തെങ്കിലും ആ വീഡിയോസിനെ പറ്റിയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം ഇത്രയെങ്കിലും ചെയ്യുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവർ അക്കൗണ്ടിൽ വെറുതെ ഒന്ന് കയറി നോക്കുക. ഫോളോ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾ പൊക്കോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫ്രണ്ടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പായിരിക്കും. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അൺഫോളോ ചെയ്ത് പോയേക്കണം. അപ്പം അങ്ങനെയല്ലേ, കാണാം.